Hello everyone, welcome to the another class of Protectors of Biosphere. On the previous class, we have discussed about the structure and parts of a chlorophyll. ഒരു ക്ലോറോഫില്ലിലെ കുറേയധികം ഭാഗങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് വാട്ട് ഈസ് ദ കെമിസ്ട്രി ഓഫ് ഫോട്ടോസിന്തസിസ്. എന്താണ് ഫോട്ടോസിന്തസിസിൻ്റെ പ്രകാശ സംശ്ലേഷണത്തിൻ്റെ രസതന്ത്രം? വാട്ട് ഈസ് ദ കെമിസ്ട്രി? നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് വാട്ട് ഈസ് ഫോട്ടോസിന്തസിസ്. ഇൻ ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ് ദ പ്ലാന്റ്സ് ആർ അബ്സോർബ്ഡ് കാർബൺ ഡയോക്സൈഡ് ആൻഡ് ഓൾസോ വിത്ത് ദ പ്രസൻസ് ഓഫ് വാട്ടർ ആൻഡ് സം സോൾട്ട്സ് ദാറ്റ് മീൻസ് മിനറൽസ്. ദ പ്ലാന്റ്സ് ആർ മെയ്ഡ് ബൈ ഫുഡ്സ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ്. എന്നാൽ എന്താണ് ഫോട്ടോസിന്തസിസിൻ്റെ കെമിസ്ട്രി? ഇത്രയും ചെറിയ കാര്യങ്ങളല്ല, ഇറ്റ് വാസ് എ ലാർജ് പ്രൊസീജിയർ. ഇതൊരു വലിയൊരു പ്രൊസീജിയറിലൂടെയാണ് ഫോട്ടോസിന്തസിസ് നമ്മൾ ഇലകളിൽ നടക്കുന്നത്. ഫോട്ടോസിന്തസിസ് നടക്കുന്നത് ക്ലോറോപ്ലാസ്റ്റിലാണ്. സോ ക്ലോറോപ്ലാസ്റ്റിൽ രണ്ട് പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. ദ ടു ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ആർ ഗ്രാന ആൻഡ് സ്ട്രോമ. ഗ്രാനയും സ്ട്രോമയുമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്രാന ഇസ് ലൈക്ക് എ സ്റ്റാക്ക്ഡ് കോയിൻ ലൈക്ക് സ്ട്രക്ചർ. കോയിൻസ് എല്ലാം അടുക്കി വെച്ചിരിക്കുന്ന പോലെയുള്ള ഒരു സ്ട്രക്ചറാണ് ഗ്രാന എന്ന് പറയുന്നത്. ദീസ് ആർ ഗ്രാന ഓഫ് എ ക്ലോറോപ്ലാസ്റ്റ് ആൻഡ് ദ ഫ്ലൂയിഡ് പാർട്ട് ഓഫ് ദ ക്ലോറോപ്ലാസ്റ്റ് ഈസ് നോൺ ആസ് സ്ട്രോമ. ഈ ഗ്രാനയിലും സ്ട്രോമയിലും വെച്ചാണ് ഫോട്ടോസിന്തസിസിലെ ടു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് നടക്കുന്നത്. സോ ആൻഡ് ദ ക്ലോറോപ്ലാസ്റ്റ് ഈസ് ഓൾസോ ബൗണ്ടഡ് ബൈ എ ഡബിൾ മെംബ്രെയിൻ. ഒരു ഡബിൾ മെംബ്രെയിൻ കൊണ്ട് ഇത് ബൗണ്ട് ചെയ്തിട്ടുണ്ടെന്നാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളിത് പറഞ്ഞതാണ്. ജസ്റ്റ് ഒന്നുകൂടി പറഞ്ഞതേ ഉള്ളൂ. സോ ഈ സ്റ്റാക്ക്ഡ് കോയിൻ ലൈക്ക് സ്ട്രക്ചറാണ് ഗ്രാന എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതിനുള്ള ഫ്ലൂയിഡ് പാർട്ടാണ് സ്ട്രോമ. ഈ ഗ്രാനയിലും സ്ട്രോമയിലും നടക്കുന്ന രണ്ട് ഇമ്പോർട്ടൻറ്റ് ഫേസിനെ കുറിച്ചിട്ടാണ് നമുക്ക് കെമിസ്ട്രി ഓഫ് ഫോട്ടോസിന്തസിസിൽ പറയാനുള്ളത്. സോ these are the two important phases takes place in chloroplast, that is light phase and dark phase. The light phase takes place in the grana and the dark phase is on the stroma. So grana is a stacked coin like structure and stroma is the fluid part of a chloroplast. So we are move on to the light phase. On the light phase, the first point is the light is used. It was very simple. Light phase ൽ എന്ത് ചെയ്യുന്നുണ്ട്? ലൈറ്റ് ഉപയോഗിക്കുന്നുണ്ട്. സോ അത് വളരെ സിമ്പിളായിട്ടുള്ളൊരു പോയിൻ്റാണ്. നമുക്കത് പഠിക്കാനും സിമ്പിളാണ്. സോ നമുക്ക് പറയാനുള്ളത് ലൈറ്റ് ഫേസ് എന്നും പറഞ്ഞിട്ടും അതുപോലെ തന്നെ ഡാർക്ക് ഫേസ് എന്നും പറഞ്ഞിട്ട് രണ്ട് ഇമ്പോർട്ടൻറ്റ് ഫേസസ് ആണ് നമുക്ക് ഫോട്ടോസിന്തസിസിൽ പഠിക്കാനുള്ളത്. അത് നടക്കുന്നത് ക്ലോറോപ്ലാസ്റ്റിലെ ഗ്രാനയിൽ വെച്ച് നടക്കുമ്പോൾ അത് ലൈറ്റ് ഫേസ്, സ്ട്രോമയിലാണെങ്കിൽ ദാറ്റ് ഈസ് ഡാർക്ക് ഫേസ്. സോ ഫസ്റ്റ് പോയിൻ്റ് ഇസ് ലൈറ്റ് ഈസ് യൂസ്ഡ് ആൻഡ് ദെൻ അനദർ പോയിൻ്റ് ദാറ്റ് മീൻസ് വാട്ടർ സ്പ്ലിറ്റ്സ് ആൻഡ് ഓക്സിജൻ ഈസ് റിലീസ്ഡ്, ഹൈഡ്രജൻ റീച്ചസ് സ്ട്രോമ. എന്താണ് അതിൽ പറയുന്നത്? നമുക്കറിയുന്നത് ഫോട്ടോസിന്തസിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ഫാക്ടേഴ്സ് നമ്മൾ ആദ്യം പറഞ്ഞു. ഫസ്റ്റ് വൺ ഈസ് സൺലൈറ്റ്, സെക്കൻഡ് വൺ ഈസ് കാർബൺ ഡയോക്സൈഡ്, വാട്ടർ, മിനറൽസ്, ക്ലോറോഫിൽ. ഈ ഒരു 5 ഫാക്ടേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫോട്ടോസിന്തസിസ്. അപ്പോൾ ഫസ്റ്റ് ആണ് നമ്മൾ പറഞ്ഞത് ലൈറ്റ് യൂസ് ചെയ്യുന്നു. അപ്പോൾ ഫോട്ടോസിന്തസിലെ ഫസ്റ്റ് ഫാക്ടറായി. നെക്സ്റ്റ് ആണ് വാട്ടർ, സെക്കൻഡ് വൺ ഇസ് വാട്ടർ. ആ വാട്ടർ യൂസ് ചെയ്യുന്നത് ഏത് ഫേസിലാണ്? ലൈറ്റ് ഫേസിലാണ്. ലൈറ്റ് ഫേസ് എവിടെയാണ് നടക്കുന്നത്? ഗ്രാനയിലാണ്. സോ ഓൺ ദിസ് കേസ് വാട്ടർ അതായത് ജലം, വാട്ടർ മീൻസ് H2O. വാട്ടർ സ്പ്ലിറ്റ് ചെയ്തിട്ട് H2O, ഹൈഡ്രജനും ഉണ്ട് ഓക്സിജനും ഉണ്ട് വാട്ടറിൽ അല്ലേ. ആ വാട്ടർ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഓക്സിജൻ ഈസ് റിലീസ്ഡ്. ഓക്സിജൻ എന്ത് ചെയ്യും? പുറത്തേക്ക് പോകും. അതല്ല, ഇതൊരു ബൈ പ്രോഡക്റ്റ് ആണല്ലോ. നമ്മൾ ഫോട്ടോസിന്തസിസിൻ്റെ ബൈ പ്രോഡക്റ്റാണ് ഓക്സിജൻ എന്ന് പറയുന്നത്. അതല്ലേ നമ്മൾ റെസ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. സോ ലൈറ്റ് ഫേസിൽ വെച്ച് തന്നെ എന്ത് ചെയ്യും? ഓക്സിജൻ പുറത്തേക്ക് പോകുന്നുണ്ട്. പിന്നെ അവിടെ ബാക്കിയുള്ളത് എന്താണ്? ഹൈഡ്രജൻ ഇസ് ലെഫ്റ്റ്. വാട്ടർ സ്പ്ലിറ്റ് ചെയ്ത് വാട്ടറിൽ H2O, ഓക്സിജൻ റിലീസ് പുറത്തേക്ക് പോകുന്നു. പിന്നെ അവിടെ ഉള്ളത് ആരാണ്? ഹൈഡ്രജൻ. ഈ ഹൈഡ്രജൻ നേരെ എത്തിച്ചേരുന്നത് എവിടേക്കാണ്? നെക്സ്റ്റ് ഫേസ് ആയിട്ടുള്ള സ്ട്രോമയിൽ നടക്കുന്ന ഡാർക്ക് ഫേസിലേക്കാണ് എന്ത് ചെയ്യുന്നത്? ഹൈഡ്രജൻ മൂവ് ഓൺ ചെയ്യുന്നത്. ഓക്കെ, സോ രണ്ട് ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സാണ് ഫോട്ടോസിന്തസിസിലെ ലൈറ്റ് യൂസ് ചെയ്യുന്ന ഫേസാണ് ലൈറ്റ് ഫേസ്. ദെൻ അവിടെ നെക്സ്റ്റ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ വാട്ടർ. ആ വാട്ടർ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഓക്സിജൻ റിലീസ് ആവുന്നു. പിന്നെ അവിടെ ബാക്കിയുള്ളത് ഹൈഡ്രജൻ ആണ്. സോ ദിസ് ഹൈഡ്രജൻ റീച്ചസ് ടു സ്ട്രോമ, ദാറ്റ് ഈസ് ഓൺ ദി ഡാർക്ക് ഫേസ്. ഡാർക്ക് ഫേസിലേക്ക് ഉപയോഗിക്കാനായിട്ട് ഹൈഡ്രജൻ മൂവ് ഓൺ ചെയ്യും. ദെൻ
നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ലൈറ്റ് എനർജി ഈസ് കൺവേർട്ടഡ് ടു കെമിക്കൽ എനർജി. ദ സിംപ്ലസ്റ്റ് ഫോം ഓർ ദ സിംപ്ലസ്റ്റ് ഇക്വേഷൻ ഓഫ് ആൻ ഫോട്ടോസിന്തസിസ് ഈസ് ലൈറ്റ് എനർജി ഈസ് കൺവേർട്ടഡ് ടു കെമിക്കൽ എനർജി. അത്രയേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞാൽ. ഒരു സിമ്പിളായിട്ട് നമുക്കതിനെ ഒന്ന് പറയാൻ പറ്റുകയാണെങ്കിൽ എന്താണ് ഫോട്ടോസിന്തസിസ് എന്ന് നിങ്ങളോട് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ സിമ്പിളായി നിങ്ങൾക്ക് പറയാം ലൈറ്റ് എനർജി ഈസ് കൺവേർട്ടഡ് ടു കെമിക്കൽ എനർജി. നമ്മൾ ഈ പറഞ്ഞ ഈ സൺലൈറ്റിൻ്റെ പ്രസൻസിലെന്ന് പറയുന്ന ആ വലിയൊരു പ്രൊസീജിയറൊന്നും പറയേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇത്രയുള്ളൂ, ലൈറ്റ് എനർജി ഈസ് കൺവേർട്ടഡ് ടു കെമിക്കൽ എനർജി. അതാണ് എന്തെന്ന് പറയുന്നത്, ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. സോ ഇവിടെ ലൈറ്റ് എനർജി കൺവേർട്ട് ചെയ്ത് കെമിക്കൽ എനർജി ആവുന്നു. അത് സ്റ്റോർ ചെയ്യുന്നത് ATPയിലാണ്. ഏതിലാണ്? ATP മീൻസ് അഡിനോസിൽ ട്രൈഫോസ്ഫേറ്റ്. ഇറ്റ് വാസ് എനർജി കറൻസി എന്ന് നമുക്ക് ജസ്റ്റ് പറയാം. എനർജിയാണ്. ഈ എനർജി സ്റ്റോർ ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് ATP രൂപത്തിലാണ് എനർജി എല്ലാം സ്റ്റോർ ചെയ്യുന്നത്. സോ 3 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ആണ് ലൈറ്റ് ഫേസിൽ നടക്കുന്നത്. ലൈറ്റ് ഫേസ് നടക്കുന്നത് ഗ്രാനയിലാണ്. ഫസ്റ്റ് പോയിന്റ് ഇൻ ലൈറ്റ് ഫേസ്, പ്രോസസ് ഇൻ ലൈറ്റ് ഫേസസ് ലൈറ്റ് ഈസ് യൂസ്ഡ്. അത് വളരെ സിമ്പിളാണ്. ദെൻ വാട്ടർ എന്ത് ചെയ്യും, സ്പ്ലിറ്റ് ചെയ്ത് ഓക്സിജൻ റിലീസ് ഡൗൺ ആൻഡ് ദ ലെഫ്റ്റ് ഹൈഡ്രജൻ ഈസ് റീച്ചസ് ടു സ്ട്രോമ ടു ദ അതർ phase. Then light energy is converted into chemical energy and that is stored in ATP. ATPയുടെ ഫുൾ ഫോമാണ് അഡിനോസിൽ ട്രൈഫോസ്ഫേറ്റ്. നോസിൽ ഒരു അടി വെച്ച് കൊടുക്കാനാണ് പറയുന്നത് അല്ലേ, അഡിനോസിൽ ട്രൈഫോസ്ഫേറ്റ്. ജസ്റ്റ് അത് അങ്ങനെ പറഞ്ഞാൽ മതി. അഡിനോസിൽ ട്രൈഫോസ്ഫേറ്റ്. 3 ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട്. അഡിനോസിൽ ടി മീൻസ് ട്രൈ, 3 എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അഡിനോസിൽ ട്രൈഫോസ്ഫേറ്റ്. അപ്പോൾ ലൈറ്റ് ഫേസ് നിങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നു വിചാരിക്കുന്നു. ലൈറ്റ് ഫേസ് നടക്കുന്നത് ഗ്രാനയിലാണ്. ഇനി നമുക്ക് അടുത്ത ഘട്ടമായ ഡാർക്ക് ഫേസ്, അടുത്ത ഫേസിലേക്ക് പോകാം. ഡാർക്ക് ഫേസ് നടക്കുന്നത് എവിടെയാണ്? സ്ട്രോമ ഇസ് ദ ഫ്ലൂയിഡ് പാർട്ട് ഓഫ് ക്ലോറോപ്ലാസ്റ്റ് അല്ലേ. ഓക്കെ, ഡാർക്ക് ഫേസ്. ഈ ഡാർക്ക് ഫേസ് എന്ന് പറയുമ്പോൾ നമുക്ക് അടുത്ത പോയിന്റ് കിട്ടും അല്ലേ. ഡാർക്കാണ്. അങ്ങനെയാണെങ്കിൽ എന്താ ഉദ്ദേശിക്കുന്നത്? ലൈറ്റ് ഈസ് നോട്ട് യൂസ്ഡ്. ലൈറ്റ് ഉപയോഗിക്കുന്നില്ല. പ്രകാശത്തിൻ്റെ ആവശ്യമേ അവിടെ ഇല്ല. ഇനി പിന്നെ പറയുന്നത് നോക്കൂ, എനർജി ഇൻ ATP. ഇത് നമുക്ക് കണ്ടതല്ലേ. അതായത് ലൈറ്റ് ഫേസിൽ എനർജി എവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്? ATPയിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് സ്റ്റോർഡാണ്. ആ ATP ഇവിടെ യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എനർജി ഇൻ ATP ഈസ് യൂസ്ഡ് ടു കമ്പൈൻ ഹൈഡ്രജൻ ആൻഡ് കാർബൺ ഡയോക്സൈഡ് ടു പ്രൊഡ്യൂസ്. സോ നമുക്കിനി അടുത്ത വേണ്ട ആളാരാണ്? കാർബൺ ഡയോക്സൈഡാണ്. ഇവിടെ നമ്മൾ ലൈറ്റും പറഞ്ഞു, വാട്ടറും പറഞ്ഞു, കാർബൺ ഡയോക്സൈഡും ഇവിടെയാണ് പറയുന്നത്. ഡാർക്ക് ഫേസിലാണ് പറയുന്നത്. ക്ലോറോപ്ലാസ്റ്റിലാണ് നടക്കുന്നത്. മിനറൽസ് പിന്നെ നമുക്ക് അതിൻ്റെ ആവശ്യത്തിലൂടെ നമുക്കിത് വന്നോളൂ. അങ്ങനെയാണ് നമ്മൾ ഫോട്ടോസിന്തസിസ് നടക്കുന്നത്. അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ഫാക്ടർ ലൈറ്റും വാട്ടറും നമ്മളവിടെ പറഞ്ഞു, ലൈറ്റ് ഫേസിൽ പറഞ്ഞു. ഇനി ഇമ്പോർട്ടൻ്റ് ആരാണ് ഇവിടെ ഉള്ളത്? കാർബൺ ഡയോക്സൈഡ് വേണമല്ലോ. എന്തിന്? ഫോട്ടോസിന്തസിസ് നടക്കണമെങ്കിൽ കാർബൺ ഡയോക്സൈഡ് വേണം. ആ കാർബൺ ഡയോക്സൈഡ് ആരുമായി കമ്പൈൻ ചെയ്യുന്ന പറയുന്നത്? ഹൈഡ്രജനുമായി. ഈ ഹൈഡ്രജൻ ഇപ്പോൾ എവിടുന്നാണ് വന്നേ? ഈ ഹൈഡ്രജൻ ഇപ്പോൾ എവിടുന്ന് വന്നത്? ഇവിടെ അല്ലേ. വാട്ടർ സ്പ്ലിറ്റ് ചെയ്ത് ഓക്സിജൻ റിലീസായി പോയി. പിന്നെയുള്ളത് ഹൈഡ്രജനാണ്. അത് നമ്മൾ പറഞ്ഞു റീച്ചസ് ടു സ്ട്രോമ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് മൂവ് ഓൺ ടു ഡാർക്ക് ഫേസ്. അത് എവിടേക്ക് പോകുന്നു എന്ന് പറയുന്നത്? ഡാർക്ക് ഫേസിലേക്ക് പോകുന്നതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഉണ്ടാകുന്ന ഈ ഹൈഡ്രജൻ ഇപ്പോൾ സ്ട്രോമയിൽ എത്തി നിൽക്കുകയാണ്. ആ ഹൈഡ്രജൻ എന്ത് ചെയ്യും? ഈ കാർബൺ ഡയോക്സൈഡുമായിട്ട് കമ്പൈൻ ചെയ്ത് ഹൈഡ്രജനും കാർബൺ ഡയോക്സൈഡും കമ്പൈൻ ചെയ്യും. അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള എനർജി ആരാണ് കൊടുക്കുന്നത്? ATPയിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള എനർജിയാണ് ഉപയോഗിക്കുന്നത്. അതായിട്ട് ഉപയോഗിച്ചിട്ട് ആരുണ്ടാക്കും? ഗ്ലൂക്കോസ്. സോ ഇറ്റ് ഈസ് അനദർ ബൈ പ്രൊഡക്റ്റ് ഓഫ് ഫോട്ടോസിന്തസിസ്. നമുക്കറിയാം ഫോട്ടോസിന്തസിസിലുണ്ടാകുന്ന 2 ബൈ പ്രൊഡക്റ്റാണ്. വൺ ഈസ് ഓക്സിജൻ ആൻഡ് അനദർ വൺ ഈസ് ഗ്ലൂക്കോസ്. ഒന്നെന്ന് പറയുന്നത് ഓക്സിജനാണ്. അത് ഓക്സിജൻ ലൈറ്റ് ഫേസിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? റിലീസായി പോയിട്ടുണ്ട്. ഇവിടെ കാർബൺ ഡയോക്സൈഡും ഹൈഡ്രജനും ഉപയോഗിച്ചിട്ട് എന്തുണ്ടാവുന്നു? ഗ്ലൂക്കോസ് വിത്ത് ദ പ്രസൻസ് ഓഫ് എനർജി. എവിടുന്നാണ്? ATP. ഇവിടെ യൂസ്ഡ് ആണ്. ATP ഇവിടെ ഈ ഫേസിൽ ATP യൂസ് ചെയ്യുന്നു. ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നു? സ്റ്റോർ ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇവിടെ സ്പ്ലിറ്റായിട്ട് ഓക്സിജൻ റിലീസായി ഇവിടെ ഉണ്ടാകുന്ന ഹൈഡ്രജൻ നെക്സ്റ്റ് ഫേസ് ആയിട്ടുള്ള ഡാർക്ക് ഫേസിലേക്ക് പോകുന്നു. സോ ലൈറ്റ് ഫേസ് കണ്ടിന്യൂസ് ടു ഡാർക്ക് ഫേസ്. ലൈറ്റ് ഫേസിൻ്റെ തുടർച്ചയാണ് എന്തെന്ന് പറയുന്നത്? ഡാർക്ക് ഫേസ് എന്ന് പറയുന്നത്. ആൻഡ് ദ ഡാർക്ക് ഫേസിലെ കൂടുതൽ കെമിക്കൽ പ്രോപ്പർട്ടീസ്, ദാറ്റ് മീൻസ് കെമിക്കൽ റിയാക്ഷൻസ് ഒക്കെ പഠിച്ചിട്ടുള്ള ഒരു സയൻറ്റിസ്റ്റാണ് മെൽവിൻ കാൽവിൻ. സോ അതുകൊണ്ട് തന്നെ ഡാർക്ക് ഫേസിലെ കൂടുതലായിട്ട് കാൽവിൻ സൈക്കിൾ എന്നും അറിയപ്പെടുന്നുണ്ട്. അത് ആ ഒരു കണ്ടുപിടുത്തത്തിലൂടെ, ആ ഒരു ഇൻവെൻഷനിലൂടെ അദ്ദേഹത്തിന് നോബൽ പ്രൈസ് വരെ കിട്ടിയിട്ടുണ്ട്. സോ എന്താ ഇപ്പോൾ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈറ്റ് ഫേസിൻ്റെ കണ്ടിന്യൂസ് ഫോമാണ് എന്തെന്ന് പറയുന്നത്? ഡാർക്ക് ഫേസ്. ഈ ഡാർക്ക് ഫേസിലെ കെമിക്കൽ റിയാക്ഷൻസ് കൂടുതലായിട്ട് അതിനെ പറ്റിയുള്ള സ്റ്റഡീസ് എല്ലാം ചെയ്തത് മെൽവിൻ കാൽവിൻ എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റാണ്. സോ അതുകൊണ്ട് തന്നെ ഡാർക്ക് ഫേസിലെ കൂടുതലായിട്ടുള്ള ഈ ഒരു കെമിക്കൽ റിയാക്ഷൻസ് എല്ലാം അറിയപ്പെടുന്നത് കാൽവിൻ സൈക്കിൾ എന്നാണ്.
സോ ഹിസ് ദ മാൻ മെൽവിൻ കാൽവിൻ. ഓക്കെ, അപ്പോൾ ഈ ഡാർക്ക് ഫേസ് മാത്രമാണ് കേട്ടോ എന്ത് പറയുന്നത് കാൽവിൻ സൈക്കിൾ എന്ന് അറിയപ്പെടുന്നത്. ലൈറ്റ് ഫേസ് ഒക്കെ ലൈറ്റ് ഫേസ് ആണ്. കാൽവിൻ കൂടുതലായിട്ട് സ്റ്റഡീസ് ചെയ്തത് ഡാർക്ക് ഫേസിനെ പറ്റിയിട്ടായിരുന്നു. ഡാർക്ക് ഫേസ് എവിടെയാണ് നടക്കുന്നത്? യെസ്, സ്ട്രോമയിലാണ് നടക്കുന്നത്. ദെൻ ഇനി നിങ്ങൾക്ക് ഈ ഒരു ഇതൊന്ന് കുറേ ബോക്സ് ഉണ്ടല്ലേ, ഇതൊന്നും ഫിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. നോക്കൂ, ലൊക്കേഷൻ വേഗം പറയാം നമുക്ക്. ലൊക്കേഷൻ ലൈറ്റ് ഫേസിൽ എവിടെയാണ് നടക്കുന്നത്? ഗ്രാന. ഡാർക്ക് ഫേസിലാണെങ്കിൽ സ്ട്രോമ. ഇവിടെ നടക്കുന്ന ആക്ഷൻ എന്താണ്? വാട്ടർ സ്പ്ലിറ്റ് ഇൻ ടു ഓക്സിജൻ ആൻഡ് ഹൈഡ്രജൻ. ഇവിടെയാണെങ്കിൽ ദ കാർബൺ ഡയോക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ കമ്പൈൻസ് ടു ഫോം എ ഗ്ലൂക്കോസ്. അതാണ് അവിടുത്തെ ആക്ഷൻ. പ്രൊഡക്ട്സ് ആണെങ്കിൽ ലൈറ്റ് ഫേസിൽ ഉണ്ടാകുന്നത് ഓക്സിജൻ, ഡാർക്ക് ഫേസിലാണെങ്കിൽ ഗ്ലൂക്കോസ്. നെസസിറ്റി ഓഫ് ലൈറ്റ് ചോദിക്കുന്നുണ്ട്. ലൈറ്റ് ഫേസിൽ നെസസിറ്റി ഉണ്ടോ? അതിൻ്റെ ആവശ്യമുണ്ടോ ലൈറ്റിൻ്റെ? യെസ്, ലൈറ്റ് ഫേസ് എന്ന് പറയുന്നത് തന്നെ ലൈറ്റ് ഫേസ് എന്നല്ലേ. അപ്പോൾ എന്താ ലൈറ്റ് ഈസ് യൂസ്ഡ് നമ്മൾ പഠിച്ചു. ഡാർക്ക് ഫേസിലാണെങ്കിൽ വേണോ? ഇല്ല, നോ. ഇവിടെ ATP എന്ത് ചെയ്യുന്നു? ഫോം ചെയ്യുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ, ATP എന്ത് ചെയ്യണം? സ്റ്റോർ ചെയ്യുക ചെയ്യുന്നത്. ഇവിടെ അതെന്ത് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്, ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ദെൻ എനർജി കറൻസി എന്ന് പറയുന്നത് ATPയെ കുറിച്ച് പഠിക്കാനാണ്. ജസ്റ്റ് ഇതൊന്ന് അറിഞ്ഞു വെച്ചാൽ മതി. ATP എന്ന് പറയുന്നത് അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് ആണ്. പിന്നെ ADPയും ഒരുതരം എന്താണ് ഊർജ്ജം, അതായത് എനർജി സ്റ്റോർ ചെയ്യുന്നത് തന്നെയാണ് ഇവിടെ പ്ലാന്റ്സിൽ. ദെൻ ഇവിടെ വേറൊരു ഇല്ലസ്ട്രേഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഫിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് ജസ്റ്റ് ഒരു ഫോട്ടോസിന്തസിൻ്റെ ഒരു കെമിക്കൽ ഫോർമുലയാണ് തന്നിട്ടുള്ളത്. സൺലൈറ്റ് ഉണ്ട്, ക്ലോറോഫിൽ ഉണ്ട്. ബാക്കി രണ്ടെണ്ണം നമുക്ക് ഇവിടെ കൊടുക്കാം അല്ലേ. ആരൊക്കെയാണ്? കാർബൺ ഡയോക്സൈഡ് വേണം, അതുപോലെ തന്നെ വാട്ടറും വേണം. കാർബൺ ഡയോക്സൈഡ്, വാട്ടർ, സൺലൈറ്റ്, ക്ലോറോഫിൽ. ഈ നാലെണ്ണമായല്ലോ. മിനറൽസ് പിന്നെ വേണം നമുക്ക്, അത് ഇതിൽ അത്ര ഇമ്പോർട്ടൻസ് ഇല്ല. അപ്പോൾ കാർബൺ ഡയോക്സൈഡും വാട്ടറും സൺലൈറ്റിൻ്റെ സാന്നിധ്യത്തിൽ വിത്ത് ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ് ഇൻ ദി ക്ലോറോഫിൽ എന്തൊക്കെ ഉണ്ടാവും? യെസ്, ഗ്ലൂക്കോസ് ഉണ്ടാവും. C6H12O6 ഗ്ലൂക്കോസ് ഉണ്ടാവും, ഒപ്പം ഓക്സിജൻ റിലീസ് ചെയ്യുന്നു. ഇതാണ് എന്തെന്ന് പറയുന്നത് ഫോട്ടോസിന്തസിൻ്റെ കെമിക്കൽ റിയാക്ഷൻസ് ഓർ ദ കെമിസ്ട്രി ഓഫ് ഫോട്ടോസിന്തസിസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലായെങ്കിൽ എന്ത് ചെയ്യണം? താഴെ തന്നെയുള്ള ആ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലായത് എന്ത് ചെയ്യാം? നിങ്ങളുടെ കൂട്ടുകാരായിട്ട് ഷെയർ ചെയ്യണമെങ്കിൽ ഈ ഒരു യൂട്യൂബിൻ്റെ ലിങ്ക് അവർക്ക് അയച്ചു കൊടുക്കുക. അവരോടും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ഒരു ചാനലിലൂടെ ഇടുന്ന കുറേ വീഡിയോസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഒപ്പം നന്നായി പഠിക്കുക. ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും താങ്ക് യു.